സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം വീഡിയോ ചെയ്തതു മുതൽ അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു നേരിടുന്നത് കടുത്ത അധിക്ഷേപമാണ്. വായിൽ തോന്നിയതെല്ലാം ചിലർ വിളിച്ചു പറഞ്ഞു തുടങ്ങിയതോടെ ഇത്തരക്കാർക്ക് ചുട്ട മറുപടിയുമായി എത്തിയിരിക്കുകയാണ്. ഇപ്പോഴിതാ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള രേണുവിൻ്റെ ഏറ്റവും പുതിയ ഫോട്ടോയ്ക്ക് താഴെയും ചിലർ അധിക്ഷേപം ചൊരിയുന്നുണ്ട്. ഇത്തരക്കാരെ രേണുവും വെറുതെ വിട്ടില്ല. അടുത്ത റീൽ ലോഡിംഗ് ചങ്ക് രേണുവിനൊപ്പം എന്ന വരികളോടെയാണ് ദാസേട്ടൻ കോഴിക്കോട് രേണുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഫോട്ടോ പങ്കുവച്ചത്. എന്നാൽ ഈ ഫോട്ടോയിലും ചിലർ രേണുവിനെ വിടാതെ അധിക്ഷേപിക്കുകയാണ്. സുധിയെപ്പോലും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല എന്നായിരുന്നു ഒരാൾ കുറിച്ചത്. ഇതിന് ഞാനും ഭർത്താവും കെട്ടിപ്പിടിച്ചപ്പോൾ നിന്നെ വിളിക്കാൻ മറന്നുപോയി ക്ഷമിക്കുമെന്നാണ് രേണു പ്രതികരിച്ചത്. സുധിച്ചേട്ടനെ കെട്ടിപ്പിടിക്കാതെ അദ്ദേഹത്തിൻ്റെ 2 മക്കളുടെ അമ്മയായി എന്നും രേണു കമൻറ്റിൽ പറയുന്നുണ്ട്. ദാസേട്ടൻ്റെ പെണ്ണാവണം രേണു എന്നാണ് മറ്റൊരു കമൻറ്റ്. ഇതിന് ദാസേട്ടന് നല്ലൊരു സുന്ദരി പെണ്ണുണ്ട് ദിവ്യേച്ചി എന്നാണ് രേണു നൽകിയ കമൻറ്റ്. കൊല്ലം സുധിയുടെ മക്കൾ തനിച്ചായി എന്ന കമൻറ്റിന് അവരുടെ അമ്മയും അവരുടെ മാതാപിതാക്കളുടെ കുടുംബവും അവർക്കൊപ്പം തന്നെയുണ്ടെന്നാണ് രേണു കുറിച്ചത്. എന്നാൽ എന്തിനാണ് ഇത്തരം കമൻറ്റുകൾക്കൊക്കെ മറുപടി കൊടുക്കുന്നതെന്ന ചോദ്യമാണ് ചിലർ ചോദിക്കുന്നത്. അതേസമയം നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണെന്നും സഹിക്കുന്നതിനുമില്ലേ പരിധിയെന്നുമാണ് രേണുവിൻ്റെ മറുപടി. കാവ്യമാധവൻ ദിലീപേട്ടനെ അച്ഛനെ പോലെയാണ് കണ്ടതെന്നും അതുപോലെ ആകുമോ എന്നുമുള്ള അധിക്ഷേപത്തിന് പുതിയ കണ്ടുപിടുത്തമെന്നാണ് രേണുവിൻ്റെ മറുപടി. നിന്റെ കാണിക്കൽ കണ്ടാലറിയാം നീയല്ല ഇതിനപ്പുറം ചാടുമെന്ന് രേണു. നീ എന്താ സുധിച്ചേട്ടൻ ഉള്ളപ്പോൾ നിനക്ക് അഭിനയിക്കാമായിരുന്നില്ലേ? എന്താ അപ്പോൾ ഈ ടാലൻ്റ് ഉണ്ടായിരുന്നില്ലേ? മനുഷ്യരാണ്, എല്ലാവരുടെയും അവസ്ഥ മാറും. ഭാര്യയുള്ളപ്പോൾ ഭർത്താവ് പോകും, ഭർത്താവുള്ളപ്പോൾ ഭാര്യ പോകും. ശരിയാണ്, നിനക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ഞാൻ എന്തെങ്കിലും ഒരു ടാലൻ്റ് എടുക്കട്ടെ എന്ന് നീ ചിന്തിച്ചോ? എന്താ സുധിച്ചേട്ടനുള്ളപ്പോൾ ചെയ്യാൻ പറ്റാഞ്ഞ്? ചെയ്തെങ്കിൽ നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. നിനക്ക് നല്ലൊരു ജോലിക്ക് ശ്രമിക്കാമല്ലോ, വിദ്യാഭ്യാസമുണ്ടല്ലോ, അതിനൊരു കുറവില്ലല്ലോ. പിന്നെന്താ? നിന്റെ ദാസേട്ടൻ ഫസ്റ്റ് വീഡിയോ ഈ ജനങ്ങൾ കണ്ടിട്ട് മൂക്കത്ത് വിരൽ വെച്ചായിരുന്നു. ഇങ്ങനെയുള്ളതല്ല പ്രതീക്ഷിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ ഒന്നും കൂടെ കുഴപ്പമില്ലാത്ത ഒരു വീഡിയോ എടുക്കാമല്ലോ. ഫസ്റ്റ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ നിങ്ങൾ വിഷമിപ്പിക്കാൻ ശ്രമിച്ചതാണ് ഉണ്ടായത്. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാര്യമായി നിങ്ങൾ പറയണം. എന്നാൽ ജനങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റൂ എന്നും മറ്റൊരു കമൻറ്റിൽ ഒരാൾ പറയുന്നു. അതേസമയം ദാസേട്ടൻ കോഴിക്കോടിനെയും രേണുവിനെയും പിന്തുണച്ചുള്ള നിരവധി കമൻറ്റുകളുമുണ്ട്. ഈ കെട്ടകാലത്ത് ദാസേട്ടനെ പോലെ 101% വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ സഹോദര സ്ഥാനത്ത് കിട്ടുന്നത് മുന്നോട്ട് പോകാൻ കിട്ടുന്ന പ്രതീക്ഷയും ഊർജവുമാണ്. ദാസേട്ടനായതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം. എൻ്റെ നാട്ടുകാരനാണ്, നല്ല മനസ്സിനുടമ, കൂടപ്പിറപ്പാകാൻ കൂടെ പിറക്കണമെന്നില്ല എന്നിങ്ങനെയാണ് ഇരുവരെയും അനുകൂലിക്കുന്നവർ കമൻറ്റ് ചെയ്യുന്നത്. അതിനിടെ തന്നെ ഇനി കമൻറ്റിലൂടെ അധിക്ഷേപിക്കുന്നവരെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് രേണു അടുത്തിടെ പറഞ്ഞത്. കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ച ചിലർ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ തീർച്ചയായും നടപടി സ്വീകരിക്കും. ഇപ്പോൾ സൈബർ അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ നിയമപരമായി നീങ്ങാത്തത് തനിക്കിതിന് പിന്നാലെ നടക്കാൻ സമയമില്ലാത്തതിനാലാണെന്നും രേണു പറയുന്നു.